ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തോ പോലുണ്ടല്ലേ, ഫേസൊക്കെ എന്തോ പോലെ അയക്കണക്ക, ഈ ക്യാമറ ശരിയില്ല. അപ്പോൾ ഇന്ന് റംലാൻ 2 ഞാൻ കുക്കിങ്ങൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് എനിക്ക് സ്കാൻ ചെയ്യാൻ പോകണം, എനിക്ക് സ്കാൻ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ബാക്കിൽ ഇക്ക സാധനങ്ങളൊക്കെ ഒന്ന് കടയ്ക്കുള്ള സാധനങ്ങൾ, ഷൂ ഒക്കെ വന്നിട്ട് ഷൂ നോക്കട്ടെ. ഇതൊക്കെ എത്രയാണ്? ഒറിജിനൽ ഷൂ ആണ്. ബ്രാൻഡഡ് ഷൂസ് ആണ് കേട്ടോ. 5000 ഒക്കെ ഷൂ 1500 കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ താഴെ നമ്പർ ഇടാം, ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമ്മള് ഇപ്പൊ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യും. അപ്പോ ദേ നമ്മള് കാറിൽ കയറി. കാർ എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടാ. അത് ഈ ലൊക്കട കാറ് കുലിക്കണ നമുക്ക് പുതിയ കാറ് വാങ്ങണ്ടേക്കാ. പറയൂ, ഒന്നും മിണ്ടണില്ല. സെക്കൻഡ് ഹാൻഡ് വേറെ വാങ്ങിത്തരാ. അപ്പൊ നമ്മളിപ്പോ കുട്ടികളെ എടുത്തിട്ട് എന്റെ അമ്മാന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് പോകുന്നത് കേട്ടാ. നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഇത് ഭയങ്കര ഷേക്കിംഗ് ആയിട്ട് തോന്നും കാറ്. പക്ഷെ അത്ര വലിയൊരു ഷേക്കിംഗ് ഒന്നുമല്ല. പിന്നെ ഇക്ക നല്ല കെയർ ചെയ്ത് മാത്രമേ വണ്ടി ഓടിക്കാറുള്ളൂ. ബൈക്കാണെങ്കിലും ശരി, കാറാണെങ്കിലും ഒക്കെ ശരി, ഭയങ്കര സ്ലോ ആയിട്ട്, അങ്ങനെ റഫ് ഡ്രൈവിംഗ് ഒന്നും അല്ല കേട്ടാ. അത് കേൾക്കുമ്പോൾ ഇക്കൊരു സന്തോഷം ഉള്ളതല്ല പറഞ്ഞത്. അല്ല, കഴിഞ്ഞ വീഡിയോയിലില്ലേ വണ്ടി ഭയങ്കരമായിട്ട് കുലുങ്ങണു, എന്തൊക്കെ ഇങ്ങനെ ഫാസ്റ്റിൽ പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമന്റ് ഉണ്ടായിരുന്നു. അത് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഒന്നും കൂടെ കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്കത് അങ്ങനെ ഫീൽ ഒന്നും ചെയ്യുന്നില്ല. ഭയങ്കര സ്ലോ ആയിട്ട് പോകും. ഇപ്പൊ എത്ര പോണെന്ന് അറിയോ? 10ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 20 ഇപ്പൊ മെല്ലെ 20. പക്ഷെ റോഡ് ചെറുതായിട്ട് ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഷേക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ്. അപ്പൊ കുട്ടികളെ കൊണ്ടുപോയിട്ട് അമ്മാന്റെ അവിടെ വിട്ടിട്ട് ഒരെണ്ണ നോക്കില്ല പറഞ്ഞ് കരയും ഞങ്ങൾ പോണത് കണ്ടു കഴിഞ്ഞാല്. അപ്പൊ അമ്മാന്റെ അവിടെ കൊണ്ടുവിടും. എന്നിട്ട് പോയിട്ട് സ്കാൻ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ഇവരെടുത്തിട്ട് വീട്ടിൽ പോയിട്ട് ബാക്കി ഇന്നത്തെ നോമ്പ് തുറക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. നടക്കുമെന്നൊന്നും അറിയില്ല. അവിടെ പോയി എത്ര ലേറ്റ് ആവും ഒന്നും അറിയില്ല. അപ്പൊ ഏതായാലും ശരി, ഇനി അവിടെ എത്തിയിട്ട് ബാക്കി കാണിക്കാം അല്ലേ. മെല്ലെ കയറിപ്പോ. കുട്ടികളുടെ കൈ പിടിക്കേ. നോക്കിട്ട് ബൈ. ഉള്ളിക്കറ് ഒന്ന് കാരത്തിന് ഫ്രണ്ടിക്കാക്കി ഞാൻ ഒന്ന് പറയട്ടെ. ഫ്രണ്ടിക്കാക്കാൻ പറ, ബാഗിൽ വെക്കുന്നു. ആരും കാണാനില്ല. നമ്മൾ വിളിച്ച് ചോദിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോയത്. ഡോക്ടർ ഉണ്ടോ, ഡോക്ടർ എത്ര മണിക്ക് വരും, വേഗം പോയ ഉടനെ സ്കാൻ ചെയ്ത് തിരിച്ചു വരാനും വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ നമുക്ക് നോമ്പറൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളതല്ലേ. നോക്കിയപ്പോൾ കഷ്ടകാലത്തിന് ഞങ്ങൾ കുട്ടികളെ വിട്ടിട്ട് പോകുമ്പോഴേക്കും ഡോക്ടർ വേറെ ക്ലിനിക്കിലേക്ക് പോയി എന്ന് പറഞ്ഞ്. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ടാണ് നമ്മൾ സ്കാനൊക്കെ ചെയ്തത്. അപ്പോൾ അവിടെയുള്ള കുട്ടി എനിക്ക് എക്സ്ട്രാ 2 പ്രാവശ്യം സ്കാൻ ചെയ്ത് തന്നു എന്ന് വേണം പറയാൻ കേട്ടോ. ആദ്യം ഒന്ന് വെള്ളമൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്നൊക്കെ നോക്കി, പിന്നെ ഡോക്ടർ വന്നിട്ട് ഒന്നും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റിപ്പോർട്ടും കൊണ്ട് നമുക്ക് നാളെ ഹോസ്പിറ്റലിലേക്ക് പോകണം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇതേ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ചോറായിട്ടില്ല, ചോറ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വെക്കുന്നത് മക്കൾക്ക്. അപ്പം ഞാനിത് അവർക്ക് ഇത് കൊടുത്തു കേട്ടോ. കേക്കല്ലേ, പുട്ട് എടുത്തോ, കൈ പിടിക്കും. ഓക്കേ, കഴിച്ചോ? നിനക്ക് വേണം ഇല്ല, പോയിക്കോ, ഇരുന്ന് കഴിക്കണം കേട്ടോ. ഓക്കെ, അവർക്ക് നോമ്പ് തുറന്നിട്ട് കൊടുക്കാം. നീ പോയി കഴിച്ചോ. നമ്മുടെ ചുച്ചുക്കുട്ടിക്ക് എല്ലാവരുടെ കാര്യത്തിലും ഭയങ്കര കെയറിങ് ആണ്. എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങും മുട്ടയും വെച്ചുകൊണ്ട്. അതിന് ഒരു 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് മുട്ടയാണ് വേണ്ടത്. മുട്ട അതുപോലെ പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്തേ കേട് വന്നോ എന്നുള്ളത്. അപ്പോൾ കേട് വന്നിട്ടൊന്നുമില്ല, ഇതിൽ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിൽ വെക്കുന്ന 1-2 മുട്ട ഇങ്ങനെ പൊട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. മുട്ടയുടെ പ്രശ്നമാണോ അല്ല ഈ മെഷീൻ്റെ പ്രശ്നമാണോ എന്നുള്ളത് അറിയില്ല. ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് മുട്ട വെന്ത് കഴിഞ്ഞാൽ തനിയെ ഓഫ് ആവും കേട്ടോ.
അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ മീഷോന്ന് വാങ്ങിച്ചതാണ് മുമ്പ്. ഇതുവരെയും ഇതിനൊരു കുഴപ്പം വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഉച്ചക്കലത്തെ പണികളും ഉച്ചക്കലത്തെ അല്ല, അത്താഴത്തിന് വേണ്ട മീൻ പൊരിക്കണ പണിയും കൂടെ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചോറ് വയ്ക്കലും അത്താഴത്തിനുള്ള കറി ഉണ്ടാവുമല്ലോ, അതിനുള്ള പണികളൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ ഇതിൽ കാണിക്കുന്നില്ല, കാരണം പെട്ടെന്ന് ഇന്ന് വീഡിയോ എടുക്കുമോ തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. 4 മണിക്കാണ് കിച്ചണിലേക്ക് കയറിയത് പോലും കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ട് നമുക്ക് ജ്യൂസായിട്ട് ഷമാമ അടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ജ്യൂസ് അടിക്കേണ്ടതാണ്ടാ? അപ്പോൾ അതേ ഇതിൽ നമ്മൾ പാൽ ഒഴിച്ചിട്ടാണ് കേട്ടോ അടിക്കുന്നത്. കാച്ചിയ പാൽ ഒഴിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. പക്ഷേ ഇന്ന് കാച്ചി വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല, അതുകൊണ്ട് ഇത് ഞാൻ അടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ പിന്നെ ജ്യൂസൊന്നും കുടിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഇവർക്ക് ഈ ഒരു ജ്യൂസ് മാത്രമേ ഇന്ന് അടിച്ചിട്ടുള്ളൂ. ഇന്ന് നമുക്ക് തിരക്കായതുകൊണ്ട് പെട്ടെന്ന് പണിയും തീർക്കണം. പിന്നെ അതേ ഞാൻ മറ്റൊരു റെസിപ്പിക്കും വേണ്ടിയിട്ട് ദോശ പിസയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറിയ കുട്ടികൾക്ക് കൊടുക്കാനാണ് കേട്ടോ കൂടുതലായിട്ടും. വലിയവർക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇന്ന് നമ്മുടെ ഹയാന് അമ്മാൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഒറ്റയ്ക്ക് റനക്കുട്ടി എണീറ്റിട്ടില്ല, ഉറങ്ങാണ്. ഒറ്റ കൈ കൊണ്ടായിരുന്നു കുക്കിങ്ങും ഷൂട്ട് ചെയ്യലും കൂടെ. ഭയങ്കര ടഫാണ് കേട്ടോ ഈ ഒരു സംഭവം. റനക്കുട്ടി എണീക്കാൻ വേണ്ടിയിട്ട് ഇക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പുട്ട തര രണ്ടുപേരും എന്താ കാണിക്കുന്നു? അപ്പോൾ ഞാൻ 2 കളർ വെജിറ്റബിൾസും ഒരു ക്യാരറ്റും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ദോശൻ്റെ പണി നോക്കാം. ദോശ എന്ന് പറയുമ്പോൾ അപ്പം പോലെയാണ് കേട്ടോ ചുടുന്നത്. ഇതുപോലെ കണ്ടില്ലേ, ചെറുതാക്കിയിട്ട് ഒഴിച്ചിട്ട് അപ്പോൾ അതിൽ ഫുള്ള് ഹോൾസ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇക്കാക്കും അവർക്കൊക്കെ സാധാ പോലെ ചൂടാം, അതിന് ശേഷമാണ് നമ്മൾ ഫില്ലിങ് അതിലേക്ക് വെക്കുന്ന പരിപാടി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ദോശ വെച്ചതിന് ശേഷം നേരെ നമ്മുടെ മറ്റേ പരിപാടിയിലേക്കാണ് പോയത്. എല്ലാം കൂടെ ഒന്നിച്ചാകുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഓരോന്നായിട്ട് ചെയ്യുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവും കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. എനിക്ക് ഉണ്ടാക്കാനുണ്ടാവൂല. അപ്പം നമുക്കിതിനി കുക്ക് ചെയ്യാം. ഇതേ നമ്മുടെ മുട്ടയൊക്കെ പുഴുങ്ങി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മുട്ട പൊട്ടി പോകുന്നു കണ്ടില്ല, ഇതുപോലെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഷേപ്പിൽ കട്ട് ചെയ്യാൻ നമുക്ക് പ്രയാസമാവും. അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഏത് പണിയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ പണിയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. അതൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം മറ്റേ ദോശൻ്റെ പിസ്സാൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് ഞാൻ ഇത് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റീൽ പാൻ എവിടെ നിന്നാണ് വാങ്ങിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഷോപ്പിൽ ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഇപ്പോൾ സ്റ്റോക്കില്ല കേട്ടോ. അപ്പോൾ ചൂടായ പാനിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഞാൻ മിക്കവാറും പെരിഞ്ജീരകം നന്നായിട്ട് യൂസ് ചെയ്യും കേട്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒരു ഫ്ലേവർ. പിന്നെ സവാള അരിഞ്ഞത് കുറച്ചുണ്ടായിരുന്നു, നേരത്തെ അരിഞ്ഞെടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ പണി നമുക്കുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കും. പക്ഷേ സവാള അരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് മൂടി വെക്കണം എന്നും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ്, അതായത് ഞാനിപ്പോൾ പിസ്സാൻ്റെ അല്ല പണി ചെയ്യുന്നത്, ഉരുളക്കിഴങ്ങ് അതിൻ്റെ നമ്മുടെ സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് തന്നെ കൺഫ്യൂഷനായി പോയി. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് എല്ലാം ഇതിൽ ഉള്ളിയും അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് കുറച്ച് പാലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ പാലൊഴിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് മുട്ട ഒന്ന് വെള്ളത്തിലാക്കിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് സെയിം പാത്രത്തിൽ പാനിൽ തന്നെയാണ് ഞാൻ അടുത്ത നമ്മുടെ റെസിപ്പി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ആ പാൻ അവിടെ വെച്ചിട്ട് അതിൽ അടുത്ത റെസിപ്പി ഉണ്ടാക്കാനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ഞാൻ ഉരുളക്കിഴങ്ങിലേക്ക് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിൽ ഇനി കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് ഇതൊക്കെ ഒന്ന് ചൂടുണ്ട് ഇടയിലൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അപ്പുറത്ത് നമ്മുടെ അടുത്ത റെസിപ്പിക്ക് വേണ്ട ഉള്ളി വാട്ടാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ പച്ചക്കറികളും ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും ഞാൻ ഇടയിൽ കൂടെ പോയിട്ട് ഉരുളക്കിഴങ്ങ് ഒന്നും കൂടെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. ചൂടോടെ നമ്മൾ പെട്ടെന്ന് ആക്കി കഴിഞ്ഞാൽ അതെല്ലാം കൂടെ മിക്സ് ആവുള്ളൂ. ഇനി നമുക്ക് ക്യാരറ്റ് ഇട്ടതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി, അതായത് ക്യാപ്സിക്കം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് തലേ ദിവസം അത്താഴത്തിന് ഉണ്ടായിരുന്ന ബീഫാണ്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഉള്ളതുകൊണ്ട് ഞാൻ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ബീഫ് ഒന്ന് ഇതിലേക്ക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് അപ്പോൾ ആ ഒരു സംഭവത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നോർമൽ വെജീസ് മാത്രം ഇട്ടുകൊണ്ട് ചെയ്താലും മതി. അപ്പോൾ ബീഫൊക്കെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഞാൻ കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ഗ്രേവി പോലെ കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അതവിടെ റെഡി ആവട്ടെ. ഇവിടെ നമുക്ക് മുട്ട ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ സ്നാക്കിനും വേണ്ടിയിട്ടുള്ളതാണ്. മുട്ട ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി. ഇതുപോലെ കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ആ ഷേപ്പ് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ നോക്കിയിട്ട് സൂക്ഷിച്ചൊന്ന് കട്ട് ചെയ്ത് എടുത്ത് ഇതുപോലെ എല്ലാം ഒന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ദോശ റെസിപ്പിക്ക് വേണ്ട സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അപ്പുറത്തെ കിച്ചണിലേക്ക് പോയിട്ട് ഇതുപോലെ ഒരു അപ്പം പോലെയുള്ളൊരു ദോശ ചുട്ടെടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ടാണ് കേട്ടോ ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറേ ഹോൾസൊക്കെ വരും. അപ്പോഴേ നമ്മൾ ഇടുന്ന മസാല അതിലേക്ക് ഇറങ്ങുള്ളൂ. എന്നിട്ട് ഇതുപോലെ മസാല ഒരു കയ്യിലെടുത്തിട്ട് ദോശയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ഇത് മടക്കാണ്ട് ഫുള്ളായിട്ട് സ്പ്രെഡ് വേണമെങ്കിൽ ചെയ്യാം. ഇതിൽ ചീസ് ഇട്ട് കൊടുക്കാം, സോസ് തേക്കാം. ഇപ്പം ഞാനതൊന്നും ചെയ്യുന്നില്ല. നേരിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കും. അവർക്ക് കുറേ വെജീസ് കഴിച്ച പോലെയായി, ദോശ കഴിച്ച പോലെയായി. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ചമ്മന്തിയോ ഇങ്ങനെ കറികളൊന്നും ആവശ്യമില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അപ്പുറത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ കൂടെ വാട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അത് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ കയ്യിൽ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ പരത്തിയെടുക്കുക കേട്ടോ. ആ മുട്ടൻ്റെ ആ ഒരു ഷേപ്പില്ല, അതിനേക്കാളും കുറച്ച് വലുപ്പത്തിൽ ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി എല്ലാം ഒന്ന് മാറ്റി വയ്ക്കുക. അങ്ങനെ ഓരോ പണികൾ മാറി മാറി ചെയ്ത് ഏകദേശം ദോശയുടെ പണി ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ടയുടെ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാം. ഇതുപോലെ നമ്മൾ റൗണ്ടാക്കി വെച്ചിരുന്നതിലേക്ക് ഒരു മുട്ട കഷ്ണം എടുത്ത് വെച്ചിട്ട് അടുത്തൊരു പീസും കൂടെ ഇതുപോലെ അതിൻ്റെ പുറത്ത് വെച്ചിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഹെയ്സനും ചുച്ചും അടുത്തുണ്ട്. അപ്പോൾ അവരുടെ സൗണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവുന്നുണ്ടാവും, ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ആക്കിയെടുത്തതിന് ശേഷം എണ്ണയിലിട്ട് പൊരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഫുള്ളായിട്ട് ഞാൻ മുക്കി പൊരിക്കുന്നില്ല, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. എങ്കിലും അത്യാവശ്യം എണ്ണ വേണ്ടി വന്നു കേട്ടോ. പിന്നെ കുറച്ച് മൈദമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് കട്ടില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കൈ കൊണ്ടൊന്നും ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കട്ടയൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഞാൻ ഒരു പാൻ വെക്കുന്നുണ്ട്, ഗ്രിൽ പാനാണ് വെക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഷേപ്പാക്കി വെച്ചിരുന്ന ആ ഉരുളക്കിഴങ്ങിൻ്റെ സംഭവം എടുത്തിട്ട് ഇതിൽ നമ്മൾ മൈദൻ്റെ ആ ഒരു മിക്സിൽ മുക്കിയെടുത്തതിന് ശേഷം എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ.
ഇതിലൊരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് എണ്ണ കുടിക്കുന്നതായിട്ട് തോന്നി. അതുപോലെ പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ ഒരു സംഭവം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ്. പക്ഷെ എണ്ണ കുടിക്കുന്നുണ്ട്, പിന്നെ ചെറുതായിട്ട് പൊട്ടിപ്പോകുന്നുണ്ടോ എന്നൊരു സംശയം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക വരുമ്പോൾ 2-3 കടികളും കൂടെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് റെസിപ്പിയൊക്കെ കമ്മിയല്ലേ, ഇന്ന് നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയത് കൊണ്ട് റെസിപ്പി കമ്മിയായതുകൊണ്ട് റന വിളിച്ച് പറഞ്ഞിട്ട് കടിയും മുട്ട ബജ്ജിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ദോശയും ഇതൊക്കെയാണ് നമ്മുടെ റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.